ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. 16ാമത് റോസ്ഗാർ മേളയിലൂടെ 51,000-ലധികം യുവജനങ്ങൾക്ക് നിയമന ഉത്തരവ് കൈമാറി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉദ്യോഗാർത്ഥികൾ രാഷ്ട്രസേവനത്തിന് മുൻഗണന നൽകണമെന്ന് പ്രധാനമന്ത്രി. ബിജെപി സംസ്ഥാന കമ്മിറ്റി ഓഫീസ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ അമിത് ഷാ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ബിജെപിയുടെ വാർഡ് തല നേതൃസംഗമത്തിന് തുടക്കം. കീം റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് പഴുതുകളില്ലാത്ത വിധത്തിൽ അടുത്ത വർഷം മാനദണ്ഡം മാറ്റുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. പാലക്കാട് ജില്ലയിൽ നിപ സ്ഥിരീകരിച്ച തച്ചനാട്ടുകര, കരിമ്പുഴ പഞ്ചായത്തുകളിലെ കണ്ടെയ്ൻമെന്റ് സോൺ നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് 3ാം ടെസ്റ്റിന്റെ 3ാം ദിനമായ ഇന്ന് ഇന്ത്യ 1ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുനരാരംഭിക്കും. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം മുതൽ കാസർഗോഡ് വരെ 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. റോസ്ഗർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവ് കൈമാറി. രാജ്യത്തുടനീളം 47 സ്ഥലങ്ങളിലാണ് 16ാമത് തൊഴിൽമേള നടക്കുന്നത്. നിയമനം ലഭിച്ചവരെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. റോസ്ഗർ മേളയിലൂടെ ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിര വരുമാനമുള്ള ജോലി ഉറപ്പുവരുത്താനായതായി പ്രധാനമന്ത്രി പറഞ്ഞു. ജോലി ലഭിച്ചവരെ അഭിനന്ദനം അറിയിച്ച പ്രധാനമന്ത്രി രാഷ്ട്രസേവനവും ജനങ്ങൾക്ക് മുൻഗണന നൽകുന്നതുമാകണം ലക്ഷ്യമെന്നും പറഞ്ഞു. ऐसे रोजगार मेलों के माध्यम से अब तक लाखों नौजवानों को भारत सरकार में परमानेंट जॉब मिल चुकी है. अब ये नौजवान राष्ट्र निर्माण में बड़ी भूमिका निभा रहे हैं. आपके विभाग अलग अलग हैं, लेकिन ध्येय एक है, राष्ट्र सेवा. सूत्र एक, सिटीजन फर्स्ट. आपको देश के लोगों की सेवा का बहुत बड़ा मंच मिला है. കേന്ദ്ര സർക്കാരിന്റെ വിവിധ മന്ത്രാലയങ്ങളിലേക്കും വകുപ്പുകളിലേക്കുമുള്ള നിയമന ഉത്തരവുകളാണ് ചടങ്ങിലൂടെ കൈമാറിയത്. ദക്ഷിണ റെയിൽവേയുടെ ആതിഥേയത്വത്തിൽ തിരുവനന്തപുരത്ത് റോസ്ഗർ മേള സംഘടിപ്പിച്ചു. തമ്പാനൂർ റെയിൽവേ കല്യാണ മണ്ഡപത്തിൽ നടന്ന തൊഴിൽമേള ഡിവിഷണൽ റെയിൽവേ മാനേജർ മനീഷ് തപ്ലിയാൽ ഉദ്ഘാടനം ചെയ്തു. പുതുതായി നിയമിക്കപ്പെട്ട 25 ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ കൈമാറി. റോസ്ഗർ മേളയുടെ ഭാഗമായി പാലക്കാട് നടക്കുന്ന പരിപാടിക്ക് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ തുടക്കം കുറിച്ചു. വിവിധ മന്ത്രാലയങ്ങളിലേക്ക് പുതുതായി നിയമിതരായവർക്ക് നിയമന കത്തുകൾ കൈമാറി. ബിജെപി സംസ്ഥാന കമ്മിറ്റി ഓഫീസ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ അമിത് ഷാ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. അരിസ്റ്റോ ജംഗ്ഷന് സമീപം KG മാരാർ മന്ദിരം എന്ന് പേരിട്ട ബിജെപി സംസ്ഥാന ഓഫീസിലെത്തിയ കേന്ദ്രമന്ത്രി ആദ്യം പതാക ഉയർത്തി. തുടർന്ന് ഓഫീസിന് മുന്നിൽ വൃക്ഷത്തൈ നട്ടു. ഓഫീസിന്റെ നടുത്തളത്തിൽ സ്ഥാപിച്ച പാർട്ടി മുൻ സംസ്ഥാന അധ്യക്ഷൻ KG മാരാരുടെ അർദ്ധകായ വെങ്കല പ്രതിമ അനാവരണം ചെയ്തു. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും സംസ്ഥാനത്തെ മറ്റ് പ്രധാന നേതാക്കളും ദേശീയ നേതാക്കളും ചടങ്ങിൽ പങ്കാളികളായി. തുടർന്ന് ബിജെപിയുടെ വാർഡ് തല നേതൃസംഗമം പുത്തരിക്കണ്ടം മൈതാനത്ത് കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ബിജെപിയുടെ മുന്നൊരുക്കം പ്രഖ്യാപിക്കുന്നതായി ചടങ്ങ്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ, മുതിർന്ന നേതാവ് പ്രകാശ് ജാവദേക്കർ, ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ 5000 വാർഡ് സമിതികളിലെ 36,000 പേർ നേതൃസംഗമത്തിനെത്തി. മറ്റ് 10 ജില്ലകളിലെ 5 അംഗ വാർഡ് സമിതി അംഗങ്ങളും പഞ്ചായത്ത് മുതൽ ജില്ലാതലം വരെയുള്ള നേതാക്കളും വെർച്വലായി ചടങ്ങിൽ പങ്കെടുത്തു. 1.5 ലക്ഷത്തോളം പേർ വെർച്വലായി സമ്മേളനത്തിന്റെ ഭാഗമായെന്ന് ബിജെപി നേതൃത്വം അറിയിച്ചു. ഉച്ചയ്ക്ക് ശേഷം കണ്ണൂരിലേക്ക് തിരിക്കുന്ന കേന്ദ്രമന്ത്രി തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം ഡൽഹിയിലേക്ക് മടങ്ങും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിന് സമീപവും തളിപ്പറമ്പിലും കനത്ത സുരക്ഷ ഏർപ്പെടുത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. വൈകിട്ട് 4 മണിയോടെ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെത്തുന്ന അമിത്ഷായെ BJP കണ്ണൂർ സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരിക്കും. തുടർന്ന് കേന്ദ്രമന്ത്രി റോഡ് മാർഗം തളിപ്പറമ്പിൽ എത്തിച്ചേരും. മട്ടന്നൂർ, ചാലോട്, കൊളോളം, വടുവൻകുളം, മയ്യിൽ, നണിച്ചേരി കടവ് വഴിയാണ് തളിപ്പറമ്പിൽ എത്തിച്ചേരുക. ഈ ഭാഗങ്ങളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെയും റൂറൽ SP-യുടെയും നേതൃത്വത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. 5 മണിയോടെ അദ്ദേഹം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തും. ദർശനത്തിന് ശേഷം കേന്ദ്രമന്ത്രി ഡൽഹിയിലേക്ക് മടങ്ങും.
നിയമന പ്രക്രിയ സുതാര്യവും കാര്യക്ഷമവും സാങ്കേതിക വിദ്യ അധിഷ്ഠിതവുമാക്കുക എന്ന ലക്ഷ്യത്തോടെ റെയിൽവേ മന്ത്രാലയം നിരവധി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നു. റിക്രൂട്ട്മെന്റ് നടപടി സുഗമമാക്കുന്നതിന് ഒറ്റത്തവണ രജിസ്ട്രേഷൻ സംവിധാനം ഉൾപ്പെടെ നിരവധി ഉദ്യോഗാർത്ഥി സൌഹൃദ നടപടികളാണ് നടപ്പാക്കുന്നത്. 2024 മുതൽ എല്ലാ ഗ്രൂപ്പ് സി തസ്തികകൾക്കും ലെവൽ 1 വിഭാഗങ്ങൾക്കും ആദ്യമായി വാർഷിക റിക്രൂട്ട്മെന്റ് കലണ്ടർ അവതരിപ്പിച്ചെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. കീം റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് പഴുതുകളില്ലാത്ത വിധത്തിൽ അടുത്ത വർഷം മാനദണ്ഡം മാറ്റുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കാനുള്ള ഒരു ഫോർമുലയാണ് സർക്കാർ അംഗീകരിച്ചത്. എല്ലാ കുട്ടികൾക്കും തുല്യതയും നീതിയും വേണമെന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിന്റേതെന്നും മന്ത്രി പറഞ്ഞു. 2012 മുതൽ തുടർന്നു പോരുന്ന അതേ സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ് ഉപയോഗിച്ച് ലിസ്റ്റ് തയ്യാറാക്കി അത് പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്തത്. കേരള ഗവൺമെന്റ് ഇപ്പോഴത്തെ ഒരു തീരുമാനം കീം റിസൾട്ടിനെ ഇപ്പൊ ബാധിച്ചിട്ടേയില്ല. കുട്ടികൾ പുറന്തള്ളപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിൽ അനീതിയുണ്ട് എന്ന് ഇപ്പൊ പ്രകടമായിട്ടുണ്ടല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത വർഷം എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കാവുന്ന നിലയിൽ തന്നെ ഈ പ്രോസ്പെക്ടസ് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. സ്കൂൾ സമയമാറ്റം അംഗീകരിക്കില്ലെന്ന് സമസ്ത കേരളം ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മുഖ്യമന്ത്രിക്കാണ് നിവേദനം നൽകിയതെന്നും തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്കൂൾ സമയം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് സമസ്തയുമായി സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. വിഷയത്തിൽ ധിക്കാരപരമായ സമീപനമില്ലെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ചില സ്കൂളുകളിൽ കുട്ടികളെക്കൊണ്ട് അധ്യാപകരുടെ കാൽ കഴുകിച്ച സംഭവത്തിൽ സർക്കാർ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും മന്ത്രി മാധ്യമങ്ങളുടെ ചോദ്യത്തോട് പ്രതികരിച്ചു. പാലക്കാട് ജില്ലയിൽ നിപ സ്ഥിരീകരിച്ച തച്ചനാട്ടുകര, കരിമ്പുഴ പഞ്ചായത്തുകളിലെ കണ്ടെയ്ൻമെന്റ് സോൺ നിയന്ത്രണങ്ങൾ പിൻവലിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു. അതേസമയം സമ്പർക്ക വിലക്കിൽ കഴിയുന്ന വ്യക്തികൾ ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ അത് തുടരണമെന്നും നിർദ്ദേശമുണ്ട്. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും തലമുതിർന്ന CPI നേതാവുമായ PK വാസുദേവൻ നായരുടെ 20ാം ചരമവാർഷിക ദിനമാണ് ഇന്ന്. തിരുവനന്തപുരത്ത് MN സ്മാരകത്തിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. മന്ത്രി വി ശിവൻകുട്ടി ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. മൻ കി ബാത് ടാലന്റ് ഹണ്ട് സീസൺ 5 ഫൈനൽ മത്സരം നാളെ തിരുവനന്തപുരം കഴക്കൂട്ടത്ത് കേന്ദ്ര സഹമന്ത്രി രക്ഷാ നിഖിൽ ഖഡ്സെ ഉദ്ഘാടനം ചെയ്യും. മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ അധ്യക്ഷത വഹിക്കും. ഫൈനലിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 36 കുട്ടികൾക്ക് ഡൽഹിയിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുക്കാനും കേന്ദ്രമന്ത്രിമാരുമായി സംവദിക്കാനും അവസരം ലഭിക്കും. ലണ്ടനിലെ ലോർഡ്സിൽ നടക്കുന്ന ആൻഡേഴ്സൺ ടെൻഡുൽക്കർ ട്രോഫിയുടെ 3ാം ടെസ്റ്റിന്റെ 3ാം ദിനമായ ഇന്ന് ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ 1ാം ഇന്നിംഗ്സ് പുനരാരംഭിക്കും. 3 വിക്കറ്റിന് 145 റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 3:30 മത്സരം. ഇംഗ്ലണ്ടിന്റെ 1ാം ഇന്നിംഗ്സ് സ്കോറിനേക്കാൾ 242 റൺസ് പിന്നിലാണ് ഇന്ത്യ. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് മുന്നറിയിപ്പ്. കൊച്ചി തുറമുഖത്തിന് സമീപം ചെറുവള്ളത്തിൽ മീൻ പിടിക്കാൻ പോകുന്നതിനിടെ തിരയിൽപ്പെട്ട തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. കടൽ പ്രക്ഷുബ്ധമായതിനെ തുടർന്നാണ് അപകടമുണ്ടായത്. കടലിൽ ബോട്ടിലുണ്ടായിരുന്നവരാണ് മീൻപിടുത്തക്കാരെ രക്ഷപ്പെടുത്തിയത്. സ്വർണ്ണവിലയിൽ വർധന. പവന് 520 രൂപ വർദ്ധിച്ച് 73,120 രൂപയും ഗ്രാമിന് 65 രൂപ വർദ്ധിച്ച് 9,140 രൂപയുമാണ് ഇന്നത്തെ വില. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നവീകരണം തടസ്സപ്പെട്ടതിൽ പ്രതിഷേധിച്ച് UDFും LDFും ഇടുക്കി അടിമാലി മേഖലയിൽ ഹർത്താൽ ആചരിക്കുന്നു. UDF അടിമാലി, വെള്ളത്തൂവൽ, പള്ളിവാസൽ പഞ്ചായത്തുകളിലും LDF അടിമാലി പഞ്ചായത്തിലുമാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. തന്ത്രി കണ്ഠരര് രാജീവരുടെ കാർമ്മികത്വത്തിൽ ശബരിമലയിൽ നവഗ്രഹ ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് തുടക്കമായി. ഇന്ന് രാവിലെ ബിംബശുദ്ധി ക്രിയകൾ നടന്നു. വൈകിട്ടും പ്രത്യേക പൂജകൾ നടക്കും. നാളെ രാവിലെ വിഗ്രഹ പ്രതിഷ്ഠയും അഭിഷേകവും നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. 16ാമത് റോസ്ഗർ മേളയിലൂടെ 51,000-ലധികം യുവജനങ്ങൾക്ക് നിയമന ഉത്തരവ് കൈമാറി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉദ്യോഗാർത്ഥികൾ രാഷ്ട്രസേവനത്തിന് മുൻഗണന നൽകണമെന്ന് പ്രധാനമന്ത്രി. BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ അമിത്ഷാ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. BJPയുടെ വാർഡ് തല നേതൃസംഗമത്തിന് തുടക്കം.
കീം റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് പഴുതുകളില്ലാത്ത വിധത്തിൽ അടുത്ത വർഷം മാനദണ്ഡം മാറ്റുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. പാലക്കാട് ജില്ലയിൽ നിപ സ്ഥിരീകരിച്ച തച്ചനാട്ടുകര, കരിമ്പുഴ പഞ്ചായത്തുകളിലെ കണ്ടെയ്ൻമെന്റ് സോൺ നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് 3-ാം ടെസ്റ്റിന്റെ 3-ാം ദിനമായ ഇന്ന് ഇന്ത്യ 1-ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുനരാരംഭിക്കും. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം മുതൽ കാസർഗോഡ് വരെ 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.